നമ്മൾ പലപ്പോഴായിട്ടും മോട്ടിവേഷണൽ ടോക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബ് തുറക്കുമ്പോഴാണെങ്കിലും നമ്മൾ നോർമൽ ലിവിങ്ങിലാണെങ്കിലും കേൾക്കുന്ന ഒരു കാര്യമാണ് അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കണം എല്ലാവരുമായിട്ടുള്ള അല്ലേ. ഈ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കണമെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ് കാരണം എന്തെങ്കിലും പ്രോബ്ലം ലൈഫിൽ വരുമ്പോൾ, നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ് കാരണം ഹാപ്പിനെസ് ആണെങ്കിലോ നമ്മളത് എത്ര വേണമെങ്കിലും കൂടെ പിടിച്ച് നിർത്തും. അറ്റാച്ച്മെൻറ്റ് കാരണം പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ അറ്റാച്ച്മെൻറ്റ് ആവുന്നതാണ് എൻ്റെ പ്രശ്നം, ഞാൻ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് എല്ലാവരോടും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം. ഇതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് അറിയോ? നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആണ്. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. നമുക്ക് ഓരോ കാര്യത്തിനും ഡിപ്പെൻഡൻസി ഉണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ വേണം, നമ്മുടെ പാർട്ട്ണർ വേണം, നമ്മുടെ സിബ്ലിങ്സ് വേണം, നമ്മുടെ ഫ്രണ്ട്സ് വേണം. ഈ സൊസൈറ്റി തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത്. നമുക്കൊരിക്കലും ഡിറ്റാച്ച്ഡ് ആയിട്ട് ആരും വേണ്ട പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് പോലും പറ്റില്ല അല്ലേ. ഒരു കല്യാണമൊന്നും കഴിക്കാതെ ഒരു സന്യാസിയായി നിന്നാൽ പോലും നമ്മൾ ഒറ്റപ്പെടുന്നില്ല ലോകത്ത്. വി ആർ ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ. വി ആർ വൺ എ യൂണിറ്റ്. നമ്മളെപ്പോഴും ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ. കാരണം നമ്മുടെ സ്പേസ് അങ്ങനെയാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം അങ്ങനെയാണ്. നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒറ്റയ്ക്കൊരു റൂമിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും പറ്റാവുന്ന ഒരു കാര്യമല്ല. പിന്നെ എപ്പോഴാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് പ്രശ്നമായിട്ട് തോന്നുന്നത്? നമുക്ക് സെലിബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ, ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഒരു പ്രശ്നം തോന്നില്ല. പക്ഷെ നമുക്ക് അയാൾ കാരണം എനിക്ക് വിഷമം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തോന്നുന്നത് ഓ ഇനി കുറച്ച് വിട്ട് നിൽക്കാം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ അവരോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇമോഷണലി നമ്മൾ ആരുമായിട്ടും അറ്റാച്ച്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം എന്താ? ഒരാൾ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് സ്നേഹം ഫീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ദെൻ നോ പോയിൻ്റ് ഇൻ ഇറ്റ്. മറ്റൊരാൾ സ്നേഹിക്കുമ്പോഴല്ല നമുക്ക് സ്നേഹം തോന്നുന്നത്, നമ്മൾ തന്നെ സ്നേഹമാവണം അല്ലേ. നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ഹാപ്പി, റൈറ്റ്? അവർക്ക് നമ്മളോട് സ്നേഹം തോന്നണമെന്ന് നമുക്ക് ശടിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് ലൈഫിൽ പറ്റാത്തൊരു കാര്യം ഒരാളെ കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കുക. അത് തോന്നുകയാണെങ്കിൽ നല്ല കാര്യം, ദെൻ യു ക്യാൻ എൻജോയ് ഇറ്റ്. അതർവൈസ് it's not necessary that somebody should love you, somebody should support you, somebody should give you all the clarity. അങ്ങനെയില്ല. നമുക്ക് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവാനാണ് നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത്. ഇത് ഞാൻ പല ടോക്സിലൂടെയും കേട്ടിട്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു സ്റ്റേറ്റിൽ അച്ചീവ് ചെയ്തിട്ടില്ല. ഐ എം ജസ്റ്റ് 31 എന്ന് പറഞ്ഞാൽ 30 is a good amount of time I spent here. So I believe that in my 30s I want to do this in my ലൈഫ്. ഞാനിപ്പോൾ BK ശിവാനി എന്നുള്ള സിസ്റ്ററുടെ എപ്പോഴും ടോക്സൊക്കെ കേൾക്കാറുണ്ട്. ദെൻ ഐ ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഹർ അല്ലേ. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇൻസ്പിറേഷനലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം മുമ്പ് എൻ്റെ മേമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കണം. ഞാൻ ലൈഫിൽ ഇതേപോലെ പോയിൻ്റ് ചെയ്യാൻ മിടുക്കത്തിയ. എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അയാൾ കാരണം എനിക്കത് പറ്റിയത് എന്ന് പറയാൻ ഞാൻ മുന്നിൽ തന്നെയായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഷെയിം ഓൺ ടെല്ലിങ് ദാറ്റ്. നമുക്ക് ചുറ്റുമുള്ള ഇഷ്ടം പോലെ പേരുകൾ അങ്ങനെയാണ്. ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും പല ആൾക്കാരും പറയണം അവർ കാരണം എനിക്ക് സങ്കടമായി, അവർ കാരണം എൻ്റെ ജോലിക്ക് പ്രശ്നമായി, അവർ കാരണം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായി, അവർ കാരണം ഞാൻ ജീവിതത്തിൽ വിജയിച്ചില്ല. വാട്ട്സ് ദ പോയിൻറ്റ്? യുവർ ലൈഫ് ഇസ് ഇൻ യുവർ ഹാൻഡ്. നമ്മൾ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ ഇമോഷണൽ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക എല്ലാവരുമായിട്ടും. അയാൾ കാരണം എനിക്ക് ദേഷ്യം വന്നു, അയാൾ കാരണം എനിക്ക് സന്തോഷം വന്നു. ശരിക്കും അതല്ല സംഭവിക്കുന്നത്. നമുക്ക് സന്തോഷം വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. നമുക്കിപ്പോൾ ഒരാളോട് ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര നീച പ്രവൃത്തി ചെയ്താലും നമ്മൾ പെടണം എന്ന് വിചാരിച്ചാലേ നമ്മൾ പെടുള്ളൂ അല്ലേ. അയാളെ ദേഷ്യപ്പെട്ട് നന്നാക്കാൻ നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ. അതല്ല, ഞാൻ കാമായിട്ടാണ് ഏത് സിറ്റുവേഷനിലും ഡീൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആര് പറഞ്ഞാലും ഐ വിൽ നോട്ട് ബിക്കം സോറോ, ഐ വിൽ നോട്ട് ബി സാഡ്, ഐ വിൽ കീപ് മൈ സ്പിരിറ്റ്, ഐ വിൽ കീപ് മൈ പീസ് എന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുത്തു വെച്ചാൽ നമ്മളെ ഈ ലോകം തന്നെ ശ്രമിച്ചാലും നമ്മൾ അനക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഓരോരുത്തർ പറയുന്ന പോലെ നമുക്ക് വി ഗെറ്റ് ഫ്ലക്ച്വേറ്റഡ്, ബട്ട് പ്രാക്ടീസ് ദിസ്. ഐ എം ഓൾസോ ട്രൈങ് ദ സെയിം. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ വിത്ത് ഓൾ ഓഫ് യു. ഞാൻ ഇത് ലൈക്ക് എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ വൈ ഐ എം ടോക്കിംഗ് ബീസ് എനിക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി, അതെനിക്ക് ഷെയർ ചെയ്യുന്നതോട് കുഴപ്പമില്ലല്ലോ. സോ നമുക്കൊക്കെ ആ ഒരു ജേർണിയിലേക്ക് കടക്കാം. വേറൊരാളെ പോയിൻ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ തിരുത്താം ലൈഫിൽ, നമ്മൾ എന്തൊക്കെ മാറണം, നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം, നമ്മൾ എത്ര ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആവണമെന്ന് നമ്മളുടെ കയ്യിലാണ്. സോ ലവ് ഈസ് ഗുഡ്,
ആൻഡ് ലവിങ് സംബഡി, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം സംബഡി, എവറിത്തിങ് ഈസ് ഫൈൻ. ബട്ട് ഇമോഷണൽ ഡിപ്പെൻഡൻസി, അയാൾ കാരണമാണ് എനിക്ക് സങ്കടം, അയാൾ കാരണമാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, അയാൾ കാരണമാണ് ഞാൻ ലൈഫിൽ ഒന്നാവാതെ പോയത്, അല്ലെങ്കിൽ സമൂഹമാണ് പ്രശ്നം എന്ന് പറയുന്നത് നിർത്തി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് കുറേ മാറ്റങ്ങൾ ലൈഫിൽ വരും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് അത് എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഉൾക്കൊള്ളാൻ പോവുകയാണ് ഇനി മുതൽ എൻ്റെ ലൈഫിൽ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഡിക്ലെയർ ടു ദ യൂണിവേഴ്സ്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ താങ്ക് യു.